ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വെണ്ടയ്ക്ക പച്ചടിയും വെണ്ടയ്ക്ക തോരനുമാണ് ഉണ്ടാക്കുന്നത്. പച്ചടിക്കുള്ള വെണ്ടയ്ക്ക അരിയാണ്. ഇത് വട്ടത്തില് കനം കുറച്ച് അരിയാം. വലിയ വെണ്ടയ്ക്കയാണെങ്കിൽ നെടുവെ പിളർന്നിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞാലും മതി. പച്ചടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിന് ഈ പാനിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക, ഇത് 6 വെണ്ടയ്ക്ക ആണ്. ഇത് വലിയ വെണ്ടയ്ക്കയായിരുന്നു. ചെറുതാണെങ്കിൽ ഒരു 7-8 എണ്ണം എടുക്കാം. കാൽ കപ്പ് ഷാലറ്റ്. ഇതിന് ചെറിയ ഉള്ളിയോ സവോള ചേർത്താലും കുഴപ്പമില്ല. 2 എരിവുള്ള പച്ചമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ട് ഇത് ഈ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ പച്ചടിയിൽ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല, തൈര് മാത്രമാണ് ചേർക്കുന്നത്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട്. സാധാരണ പച്ചടിക്ക് വെണ്ടയ്ക്ക എണ്ണയിലിട്ട് വറുത്ത് കോരിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന് പകരമായിട്ടാണ് ഈ എണ്ണയിൽ ഇങ്ങനെ വഴറ്റി എടുക്കുന്നത്. അപ്പോൾ എണ്ണയിൽ കിടന്ന് മൂത്ത് അതിൻ്റെ വെണ്ടയ്ക്കയുടെ ഗുണം പോകാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 12 മിനിറ്റ് ഞാനിത് വഴറ്റി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിൻ്റെ വഴുവഴുപ്പും എല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈര്, അതിൻ്റെ കട്ടയെല്ലാം ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചാൽ മതി, കട്ടയില്ലാതെ അതിലേക്ക് ഒഴിക്കുകയാണ്. സ്റ്റൗ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ വെണ്ടയ്ക്ക വഴറ്റിയത് മീഡിയം ഫ്ലെയിമിലായിരുന്നു. സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. പച്ചടിക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചൊഴിക്കുകയാണ്. അതിന് എണ്ണ ഇതിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കടുക്, ഇതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ഉണക്കമുളക്, 2-3 ഇല കറിവേപ്പില മുറിച്ചത്, ഇതിൽ ഞാൻ കടുകും ഉലുവായും ഒന്നും ചതച്ചിടുന്നില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പച്ചടിയാണിത്. വെണ്ടയ്ക്ക തോരൻ വെക്കാൻ ഞാൻ തുടങ്ങുകയാണ്. അതിന് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് വേണം അരിയാനായിട്ട്. ഇത് ഞാൻ അരിയുന്നതിന് 2ആയിട്ട് ഇങ്ങനെ പിളർന്ന് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. വെണ്ടയ്ക്ക തോരൻ വെക്കാൻ തുടങ്ങുകയാണ്. അതിന് ഈ ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ
1/4 ടീസ്പൂൺ കടുക് ഇടുന്നു. 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില മുറിച്ചിട്ട് നന്നായിട്ട് ഇത് മൂപ്പിക്കണം. ഉള്ളി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 വെളുത്തുള്ളി ചതച്ചത്, 3 എരിവുള്ള പച്ചമുളക്. ഇത്രയും ഇട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ തേങ്ങയുടെ വെള്ളം പറ്റി ചെറുതായിട്ടൊന്ന് ഒരു റോസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞത്, ഇത് 12 ചെറുതും വലുതുമായിട്ടുള്ള വെണ്ടയ്ക്ക ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞതും, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. വെണ്ടയ്ക്കയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഇങ്ങനെ തട്ടിപ്പൊത്തി അടപ്പ് കൊണ്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. വെണ്ടയ്ക്ക മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി ഒന്ന് തുറന്നു നോക്കാം. ഒന്ന് ഇളക്കുക. സ്വല്പം പോലും അടിയിലും പിടിച്ചിട്ടില്ല. അതിൻ്റെ വെണ്ടയ്ക്കയുടെ യാതൊരു വഴുവഴുപ്പും ഇതിനില്ല. ഇനിയും ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിന് ഞാൻ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. വെണ്ടയ്ക്ക ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. തോരൻ റെഡിയായി. ഇതിന് ഭയങ്കര രുചിയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.